പ്രിയ ദൈവജനമേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള സുവിശേഷ ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. കിഴക്ക് നിന്നും ഉണ്ണീശോയെ തേടിയെത്തിയ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തേക്കാൾ ഉപരിയായി ദൈവഹിതത്തിന് മുൻഗണന നൽകിയവരാണ്. നക്ഷത്രത്തെ പിന്തുടർന്ന് അവർ നടത്തിയ യാത്ര വെറുമൊരു ഭൗതിക യാത്രയല്ല, മറിച്ച് ദൈവാനുഭവത്തിലേക്കുള്ള തീർത്ഥാടനമായിരുന്നു അത്. അഹങ്കാരമില്ലാതെ വിനീതരായി പുൽക്കൂട്ടിലെ ശിശുവിനെ വണങ്ങിയതിലൂടെ അവർ യഥാർത്ഥ ആരാധന എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവർ അവനെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകൾ ഇവിടെ അന്വർത്ഥമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, നാം നമ്മുടെ ജീവിതയാത്രയിൽ ലോകത്തിൻ്റെ പ്രഭാവലയങ്ങളിൽ കുടുങ്ങാതെ ക്രിസ്തുവാകുന്ന സത്യപ്രകാശത്തെ ലക്ഷ്യം വെച്ച് നീങ്ങണം. ഹെറോദോസിൻ്റെ കൊട്ടാരങ്ങളിലല്ല, മറിച്ച് വിനയമുള്ള ഹൃദയങ്ങളിലാണ് ദൈവം വസിക്കുന്നതെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ കറുത്ത നക്ഷത്രങ്ങളെ വെടിഞ്ഞ് ക്രിസ്തുവിലേക്ക് തിരിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജ്ഞാനികൾ തങ്ങളുടെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കാഴ്ചവെച്ചതുപോലെ നമ്മുടെ പാപക്കറകളും കുറവുകളും അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കാം ഇന്ന് തന്നെ. പശ്ചാത്താപത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയമാണ് ഈ കാലഘട്ടത്തിൽ നാം ഉണ്ണീശോയ്ക്ക് നൽകേണ്ട ഏറ്റവും വലിയ ഉപഹാരം. ദൈവം മനുഷ്യനായി അവതരിച്ചതിൻ്റെ ലക്ഷ്യം നമ്മെ അവിടുത്തെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുക എന്നതാണ്. ലോകത്തിൻ്റെ വഴികളിലൂടെയല്ല, ദൈവം കാണിച്ചു തരുന്ന പുതിയ വഴികളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവിൻ്റെ 2-ാമത്തെ വരവ് അടുത്തിരിക്കുന്നതിനാൽ വിനയത്തോടും പശ്ചാത്താപത്തോടും കൂടി നമുക്കൊരുങ്ങാം. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ദിവസം നേരുന്നു.